നമസ്കാരം. ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഒരു കലാകാരന്റെ മുന്നിൽ ഇരിക്കുന്നത്. മറ്റാരുമല്ല, കൊച്ചിൻ സ്റ്റേജിന്റെ ആയിക്കോട്ടെ, കൊച്ചിൻ മിമിക്സ് ഭവൻ ആയിക്കോട്ടെ, ഞങ്ങളൊക്കെ ഈ മിമിക്രി രംഗത്തൊക്കെ പ്രൊഫഷണൽ ആയിട്ടൊരു ട്രൂപ്പ് ഇടുമ്പോൾ അന്ന് സ്റ്റുഡിയോയിലൊക്കെ പോയി റെക്കോർഡ് ചെയ്യുക എന്നത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് വളരെ ഏറെ ദുർഘടമായ ഒരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഞങ്ങളെ സഹായിച്ച അന്ന് രാഗമാലിക മ്യൂസിക്സ് കാസറ്റ് സെന്റർ അമ്പലപ്പുഴയിൽ നടത്തിയ ഒരു വ്യക്തിയാണ് മുരുകേഷ് ജി രാഗമാലിക. അന്ന് ഇദ്ദേഹത്തിന്റെ ആ കാസറ്റ് സെന്ററിൽ പോയിട്ടാണ് ഞങ്ങളുടെ പ്രോഗ്രാമിന്റെയൊക്കെ റെക്കോർഡിങ് നടത്തുന്നത്. ഞങ്ങളുടെ എല്ലാം ആ കാലഘട്ടത്തിലല്ലേ. അതെ അതെ, ഒരുപാട് അമിച്ച ട്രൂപ്പുകളെല്ലാം അവിടെ വന്നായിരുന്നു റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ ട്രാക്ക് അന്ന് പിന്നെ ഇതേപോലെ മനോജ് പറഞ്ഞ പോലെ സ്റ്റുഡിയോ പോയി റെക്കോർഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അന്ന് ഇതുപോലുള്ള കൊച്ചു കൊച്ചു ട്രൂപ്പുകൾ, അന്ന് മനോജ് മധുവും കയറി വരുന്ന സമയമാണ്. അന്ന് ഇവർ ആദ്യമായിട്ട് ഒരു ബാല അവതരിപ്പിക്കുകയായിരുന്നു. അതിനുവേണ്ടിയുള്ള ബാലയ്ക്ക് വേണ്ടിയുള്ള മ്യൂസിക് മൊത്തം മിമിക്സ് ബാലെ. അതായിരുന്നു നമ്മുടെ സ്റ്റേജ് ഇന്ത്യയുടെ ഒരു ബൂമിങ്. ആ ഒരു ബാലയാണ്, ആർക്കും മറക്കാൻ പറ്റില്ല. അന്ന് അവർക്ക് വേണ്ടിയുള്ള റെക്കോർഡ് ചെയ്യുകയും ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഡബും ചെയ്തു. അന്നത്തെ കാലം എന്ന് പറഞ്ഞാല് പിന്നെ ഒത്തിരി അമേച്ചർ ട്രൂപ്പുകൾ, ഡാൻസുകാർ, ഇവർക്കൊക്കെ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നത് സാമ്പത്തികം നോക്കിയൊന്നല്ലായിരുന്നു. അതൊക്കെ എൻ്റെ മനസ്സിലുള്ള കലയോടുള്ള പ്രേമമായിരുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ട്രാക്ക്, ഇന്ന് ധാരാളം ട്രാക്ക് ഗാനമേള ഉണ്ടല്ലേ. കരോക്കെ ട്രാക്ക് എന്ന് പറയുന്നത് ഇന്ന് വളരെ ഫേമസ് ആണ്. അന്ന് ട്രാക്കിനെ കുറിച്ച് ആൾക്കാർക്ക് അറിയില്ല. ഒരു സിനിമ കാസറ്റിൽ ഒരു പാട്ട്, ഒരു ഓണപ്പാട്ടിന്റെ അവസാനം മൈനസ് ട്രാക്ക് എന്ന് പറഞ്ഞൊരു ട്രാക്ക് വന്നു. ഈ ട്രാക്ക് ആദ്യം എനിക്കും മനസ്സിലായില്ല ഇതെന്താണ്. പിന്നെ എനിക്ക് മനസ്സിലായി അതിനൊരു പാട്ടിന്റെ മ്യൂസിക് തന്നെയാണ് ഇത് കിടക്കുന്നതെന്ന്. അത് ആർക്കും അറിയില്ല ഇതിനെക്കുറിച്ച്. ഞാൻ അതിനകത്തിട്ട് എൻ്റെ സെറ്റിനകത്തിട്ട് പാടി കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നി. ഒരു ഓർക്കസ്ട്രയുടെ സഹായമില്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ പാടാൻ പറ്റുന്ന ഒരു സംഭവം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. എനിക്ക് എറണാകുളത്ത് ഒരു സരിഗ എന്നും പറഞ്ഞ എൻ്റെ ഹോൾസെയിൽ കാസറ്റ് ഇതുണ്ടായിരുന്നു, ഡീലർ ഉണ്ടായിരുന്നു. അവർ വെച്ചെന്ന് പറയും ഇത് നല്ലൊരു സംഭവമാണ്, ഇത് നിങ്ങൾക്ക് കാസറ്റായിട്ട് ഇറക്കിക്കൂടെ എന്ന് ഞാൻ ചോദിക്കുകയും അവരാലോചിക്കാമെന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് ഞാൻ നിർബന്ധിച്ച് പിന്നീട് അവർ കരോക്കെ ട്രാക്ക് എന്നും പറഞ്ഞിട്ട് കാസറ്റ് ഇറക്കുകയും ചെയ്തു. അത് നമ്മുടെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു വിപ്ലവം തന്നെയായിരുന്നു കരോക്കെ ട്രാക്ക്. ഒത്തിരി ഗായകന്മാരെ സൃഷ്ടിച്ചു. പണ്ട് മ്യൂസിക്കോടുകൂടെ പാടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലായിരുന്നു. അത് ഞാൻ അതിനുശേഷം ഈ ട്രാക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പല വേദികളിലും ഞാൻ പാടുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. പായക്കുളങ്ങര ഒരു ക്ഷേത്രത്തിൽ ഞാൻ പാടുമ്പോഴേ അന്ന് ആൾക്കാർക്ക് ട്രാക്കിനെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ പാടിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഒരാൾ വന്ന് മൈക്ക് പൊത്തിയിട്ട് പിടിച്ചിട്ട് നിന്റെ അഭിനയൊക്കെ നിർത്തുക. അവരുടെ ധാരണ പാട്ടിട്ടിട്ട് ഞാൻ അഭിനയിക്കാന്ന്. എന്നിട്ട് ഇവര് മൈക്ക് പൊത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പംപ്ലം എന്നൊരു മ്യൂസിക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അതൊരു ഭൂമിയായി പല ഗായകന്മാരും നമ്മുടെ രാഗമാലിക വന്ന് പാടുകയും റെക്കോർഡിയൊക്കെ ചെയ്തു. ഇന്ന് ധാരാളം പേര്, എന്തിന് പ്രൊഫഷണൽ ഗായകന്മാർ പോലും ഇപ്പൊ ട്രാക്കിട്ടിട്ടാണ് പാടുന്നത്. അങ്ങനെ സംഭവം. എത്ര വയസ്സായി? 55. ധൈര്യമായിട്ട് പറയാൻ കുഴപ്പമില്ല. 55 വയസ്സുണ്ട്. സന്തോഷമായിട്ട്. അത്രയും വർഷത്തിന്റെ ശേഷം കണ്ടതിൽ സന്തോഷം. അല്ല, ഞാനൊരു 18 വർഷത്തോളം ഇല്ലായിരുന്നു, ഇവിടുന്ന് വിട്ടുപോയായിരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കുവൈറ്റിലായിരുന്നു ഞങ്ങൾ ഫാമിലി ആയിട്ട്. അവിടെ ചെറുതായിട്ട് പാട്ടും പരിപാടിയൊക്കെ ആയിട്ടായിരുന്നു നടന്നത്. അപ്പം എല്ലാം കണ്ടല്ലോ. പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ടിന്റെ 4 വരി പാടാമോ? പാടാലോ? ഓക്കെ. അപ്പൊ നമുക്ക് മുരുകേഷ് ജി രാഗമാലികയുടെ ഒരു ഗാനം കേൾക്കാം. കേരളം കേളികൊട്ടുണരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകിളി സദനമാനൻ കേരളം. കേരളം കേരളം കേളികൊട്ടുണരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകിളി സദനമാമൻ കേരളം. പൂവണിപ്പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരും പുന്നല്ലിൻ പാടത്തിലൂടെ, പൂവണിപ്പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരും പുന്നല്ലിൻ പാടത്തിലൂടെ, മാവേലി മന്നന്റെ മാണിക്യത്തേരുവരും മാനസ പൂക്കളങ്ങളാടും ആടും. കേരളം കേരളം കേളികൊട്ടുണരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകിളി സദനമാമൻ കേരളം.
മാലകളാൽ പൂവിടും മാനം കണ്ടു നീളാനദീ ഹൃദയം പാടും. നീരദമാലകളാൽ പൂവിടും മാനം കണ്ടു നീളാനദീ ഹൃദയം പാടും. തോടിക്കാറ്റലയുന്ന കാറ്റത്തു തുള്ളുവോളം കൈകൊട്ടി പാട്ടുകൾ തൻ മേളം മേളം. കേരളം കേരളം കേളികൊട്ടുണരുന്ന കേരളം. കേളി കദംബം പൂക്കും കേരളം. കേരകിളി സദനമാവൻ കേരളം. രാഗമാലിയാണ്. ഒരുപാട് സന്തോഷം. കാരണം ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ പാടാൻ പറഞ്ഞപ്പോൾ തന്നെ പാടുകയും അത് മനോഹരമായി പാടുകയും ചെയ്ത് എൻ്റെ പ്രത്യേക അഭിനന്ദനം. കാരണം ഞാൻ നിങ്ങളെയൊക്കെ ഇവിടെ കണ്ട് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ ഞാൻ എത്രയോ ആൾക്കാരോട് അല്ലേ പരിചയപ്പെടുത്തുന്നത്. നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി. കാരണം ഞങ്ങളൊന്നുമല്ലായിരുന്ന സമയത്ത്, ഒരു റെക്കോർഡ് ചെയ്യാൻ പോലും സാമ്പത്തികം ഇല്ലാത്ത സമയത്ത് വളരെ മനസ്സോടു കൂടി ഞങ്ങളെയൊക്കെ സഹായിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പം നിങ്ങളെയൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല. ഒരുപാട് സന്തോഷം. അല്ല, എനിക്കിത് പറയാൻ പാടുള്ളൂ. ഞാൻ ഒരു കാലത്ത് മധുവിൻ്റെയും മനോജിൻ്റെയൊക്കെ ഉയർച്ചുകൊണ്ട് ഞാൻ കുവൈറ്റിലിരുന്ന് ഇങ്ങനെ സന്തോഷം കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ച് പോകാറുണ്ട്, ഇവരൊക്കെ ഇനി നമ്മളെ ഓർക്കുമോ? കാര്യം സത്യം, ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അതൊന്നും പഴയ കാര്യങ്ങളൊന്നും മറക്കാതെ ഇത് മതി എൻ്റെ ഹൃദയം എന്നാണ് സത്യം പറഞ്ഞാൽ. മനോജ്, നിങ്ങൾ അല്ല, ഞാൻ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് പിന്നെ മധുവിൻ്റെ മനോജിൻ്റെ അച്ഛൻ്റെ പേരിലുള്ള തുമ്പപ്പൂ പുരസ്കാര ചടങ്ങ് നടന്നായിരുന്നു അമ്പലപ്പുഴ വെച്ച്. അവിടെ വെച്ച് കണ്ടതെന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. എത്രയോ കലാകാരന്മാർക്കാണ് അവിടെ പ്രോത്സാഹനം അവാർഡും കൊടുത്തത്. ഒരു ലോകത്ത് കാണാത്തൊരു സംഭവമായിരുന്നു നടന്നത്. അതും അതിപ്രശസ്തരായിട്ടുള്ള 2 സിനിമ ഒരു സംവിധായകനെ നടനെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് തന്നെ 50-ൽ കൂടുതലും കലാകാരന്മാർക്ക് അവരുടെ കൈ കൊണ്ട് തന്നെ കൊടുക്കുന്ന പറഞ്ഞാൽ ഇതൊരു വലിയൊരു സംഭവമായിരുന്നു. അത് എനിക്ക് ഈ വേദി കിട്ടിയോണ്ട് പറയാണ്, നിങ്ങളെ എങ്ങനെയൊക്കെ അഭിനന്ദിച്ചാലും മനോജിനെയും മധുവിനെയും അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപാര സംഭവമായിരുന്നത്. വളരെ സന്തോഷം. ഈ അവസരത്തിൽ ഞാൻ പ്രകടിപ്പിക്കുകയാണ്. താങ്ക് യു. ഓക്കെ. അപ്പൊ നമ്മള് പ്രിയ പ്രേക്ഷകര് മുരുകേഷ് ഈ രാഗമാലിയുടെ പാട്ട് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.